ഇറാനിൽ തോറ്റതുകൊണ്ടായിരിക്കാം ഹമാസിനെ തെരഞ്ഞുകൊണ്ട് ഇസ്രായേൽ വീണ്ടും ഒരു പ്രഖ്യാപനം നടത്തിയത്. ആ പ്രഖ്യാപനത്തിൽ ഇങ്ങനെയാണുള്ളത്: ഹമാസും ഗാസയിലുള്ള എല്ലാവരും ആ ഒരു ഇപ്പോൾ എടുത്തിട്ടുള്ള എല്ലാ മേഖലയും, അഥവാ ഈ പിടിച്ചെടുക്കപ്പെട്ട എല്ലാ മേഖലയും ഒഴിഞ്ഞു തരണമെന്നും, അതുമാത്രമല്ല അവിടെയുള്ള എല്ലാ കാര്യങ്ങളും, അതിൻ്റെ ഉത്തരവാദിത്വം, അതിൻ്റെ ഓണർഷിപ്പ്, അതിൻ്റെ എല്ലാവിധ കൈകാര്യകർത്താക്കളും ഇനി മുതൽ ഇസ്രായേലായിരിക്കുമെന്നും പ്രഖ്യാപിക്കുകയാണ് നെതന്യാഹു. ഈ നെതന്യാഹുവിൻ്റെ പ്രഖ്യാപനത്തിൽ ഹമാസ് പ്രത്യേകിച്ച് പ്രതികരണം നടത്തിയിട്ടില്ല. പക്ഷേ സൊമാലി ലാൻഡിലേക്ക് ഇവരെ കൊണ്ടുപോകാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇവിടെ ഇതുവരെ കാത്തിരുന്നത് ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ വലിയൊരു പ്രതീക്ഷയായിരുന്നു ഇറാൻ എന്ന് പറയുന്ന രാജ്യം. പക്ഷേ ഇറാനിൽ അത്ര കണ്ട് വിജയിക്കാതിരിക്കുമ്പം അമേരിക്ക ജാള്യത മറച്ചു വെക്കാൻ വേണ്ടി മറ്റൊരു തന്ത്രം ഉപയോഗിക്കുന്നു എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നേരത്തെ അവർ പറഞ്ഞത് എല്ലാം സീസ് ഫയറിലൂടെ കാര്യങ്ങളൊക്കെ ക്ഷമിച്ചിരിക്കുന്നു, ആ അർത്ഥത്തിൽ അവിടെ പൊതുജീവിതം നന്നായി വരുന്നു എന്നൊക്കെയാണ്. പക്ഷേ ഈ യുദ്ധ തീവ്രത കൂടി അതിന് സീസ് ഫയർ കൊണ്ടുവന്നതിന് ശേഷം 1300ഓളം തവണ ഇസ്രായേൽ എന്ന് പറയുന്ന കിരാത രാജ്യം ഈ ഹമാസിനെ തേടിയിട്ടോ അല്ലെങ്കിൽ ഗസയിലുള്ള സാധാരണ ആളുകളുടെ മേലിലോ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ബോംബ് സ്ഫോടനങ്ങളും വെടിയുതിർക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് വലിയ വലിയ വാർത്താ മാധ്യമങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കാം, സൊമാലി ലാൻഡിൻ്റെ 2026 ആദ്യത്തെ ദിവസം തന്നെ സൊമാലി ലാൻഡ് എടുത്തപ്പോൾ തന്നെ നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഗാസയെ പാർപ്പിക്കാനുള്ള ഒരിടമായി മാറാൻ സാധ്യത ഉണ്ട് എന്നുള്ളത്. അത് ആ അർത്ഥത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് ഇന്നത്തെ വാർത്ത കണ്ടപ്പോൾ മനസ്സിലായി. സൊമാലി ലാൻഡിനെ കുറിച്ചോ ഇത്തരം ഹമാസിനെ കുറിച്ചോ ഗാസയെക്കുറിച്ചോ ഇത്ര നാൾ 8-9 ദിവസമായിട്ട് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന കിരാത രാജ്യം മിണ്ടിയിട്ടില്ലായിരുന്നു. അവിടെ എന്താ മിണ്ടാതിരിക്കാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ ഇപ്പം പറയാൻ പറ്റും. ഇവിടെ നമ്മളുടെ കാഴ്ചപ്പാടുകളൊക്കെ തെറ്റിയിരിക്കുന്നു. അഥവാ ഇസ്രായേലിൻ്റെ ഇറാനെ തകർത്ത് തരിപ്പണമാക്കി ഖമേനിയ ആ ഒരു ഭരണം ഇല്ലായ്മ ചെയ്ത് നമുക്ക് ഭരണത്തിൽ കയറിയിരിക്കാമെന്ന് അവർ കണ്ട ആ ഒരു സ്വപ്നങ്ങളൊക്കെ വിഫലമായിരിക്കുകയാണ്. ഇനി പഴയപടി നമ്മൾ പഴയ ആളുകളെയും തേടി പോകുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇസ്രായേലിൻ്റെ ഈ സമീപനത്തോട് ട്രംപ് സ്വാഗതം പറയുകയും അഥവാ വെൽക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അഥവാ സൊമാലി ലാൻഡിൽ ഇപ്പോൾ കുറഞ്ഞ ആളുകളേ ഉള്ളൂ. അവിടെ സുഖമായി അവിടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഹമാസിനും അതുപോലെ തന്നെ അവിടെയുള്ള സാധാരണ ജനങ്ങൾക്കും സാധിക്കുമെന്ന് ഈ അമേരിക്കൻ ട്രംപിൻ്റെ ആശീർവാദവും വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി എപ്പം ആ കാര്യം നടക്കുമെന്നുള്ളതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു NGO പ്രവർത്തിക്കുന്നുണ്ട് എന്നും പറയുന്നത് കേട്ടു. അഥവാ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആർട്ടിക്കിളിലൂടെയാണ്, അതുകൊണ്ടാണ് മൊത്തമായിട്ടൊന്നും കാണിക്കാൻ കഴിയാത്തത്. ആ NGOയുടെ തന്ത്രപരമായിട്ടുള്ള നീക്കം എന്തെന്ന് വെച്ചാൽ അവർക്ക് നല്ല ജോലികൾ വാഗ്ദാനം ചെയ്യുകയും അങ്ങനെ അതിലേക്ക് താല്പര്യമുള്ളവരെ വിദൂര ദിക്കുകളിലേക്ക് ബോട്ടുകളിലും അതുപോലെ തന്നെ കടലിലൂടെയുള്ള യാത്രയ്ക്ക് ഉപയോഗപ്പെടുത്തുകയും അങ്ങനെ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. തിരിച്ചു വരുത്തില്ലാത്തതുകൊണ്ട് അവരെ കൊന്നുകളയുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും പുറം ലോകം ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അഥവാ അവിടെയുള്ള NGO പ്രവർത്തിക്കുന്നത് തന്നെ ഇവരുടെ കാരുണ്യ പ്രവർത്തനമായിട്ടാണ് അവരോട് മുന്നോട്ട് വെക്കുന്നത്. ജോലി തരാമെന്നും നിങ്ങൾക്ക് നല്ലൊരു ഭാവി കെട്ടിപ്പടുക്കാൻ ഞങ്ങൾ കൂടെ നിന്നാൽ നിങ്ങൾക്ക് സാധിക്കുമെന്നും അത് ഫ്രീ ആയിട്ട് ചെയ്തു തരാം എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ അഥവാ ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വെക്കും, ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുമ്പം അതും ഇസ്രായേലിൻ്റെ ഒരു ചതിയുടെ പ്രവർത്തനമായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ജോലി തരാമെന്ന് പറഞ്ഞു പോയ ആളുകളൊക്കെ അല്ലെങ്കിൽ കൊണ്ടുപോയ ആളുകളൊക്കെ കടലിൽ തള്ളിയിട്ടിട്ടുണ്ടാകും എന്ന് അനുമാനിക്കാൻ കഴിയും. ഉറപ്പില്ല, കാരണം ഇവർ ഇസ്രായേലിൻ്റെ ചാരപ്രവർത്തകരാണെന്ന് ഇപ്പോഴാണ് ലോകത്തിന് മുമ്പിൽ പറയപ്പെടുന്നത്. NGOയുടെ പ്രവർത്തനം തന്നെ അവിടെ ഒരുപാട് ആളുകൾ വലിയ പ്രതീക്ഷയോടുകൂടെ ഇവർ കൂടെ കൂടിയിരുന്നു. പക്ഷേ പോയവരൊന്നും എവിടെ എത്തിയെന്നുള്ളൊരു ഒരു സിഗ്നലും കിട്ടാതായപ്പം മടിക്കുകയും അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തപ്പോഴാണ് ഇതും ഇസ്രായേലിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. ഇതുപോലെയാണ് ഇസ്രായേൽ ഇപ്പോൾ അവിടെയുള്ള ആളുകൾ ഓരോന്നായിട്ട് ആ ഭൂമികയിൽ നിന്ന് തുടച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിലൂടെ ഒരുപാട് ആളുകളെ കൊന്നുകളഞ്ഞു. ഇപ്പം അപ്രതീക്ഷിതമായിട്ടുള്ള വെടിവെപ്പിലും കുറഞ്ഞ ആളുകൾക്ക് കൊന്ന് മുന്നോട്ട് പോകുന്നുണ്ട്. അതിനിടയിലാണ് വളരെ നല്ല രീതിക്ക് പെരുമാറുകയും അവരെ പ്രീതിപ്പെടുത്തി അവർ പറയുന്നിടത്തേക്ക് എത്തിക്കാൻ പാകത്തിൽ മയിൽപ്പിടുത്തം കായികബലം ഉപയോഗിക്കാതെ തന്നെ ഗസക്കാരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ആളുകളെ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ട്രംപ് ഇപ്പോൾ ആവശ്യപ്പെട്ടതും ഈ ഗസയെ ഒഴിപ്പിക്കണം, അവിടെ ട്രംപ് ടവർ പണിയണം എന്നൊക്കെയാണ്. എത്രത്തോളം അതിൻ്റെ ഭീകരത ഉണ്ട് എന്ന് നോക്കുമ്പം ഈ ഗസയിലുള്ള ആളുകളെ മുഴുക്കെ മാറ്റിയതിനു ശേഷം അവിടെ വലിയൊരു സമുച്ചയം അഥവാ വലിയ ഒരു നല്ല ആധുനിക ശൈലിയിലുള്ള ഒരു സമുച്ചയം പണിയാൻ വേണ്ടിയിട്ടുള്ള തകൃതിയായ നീക്കങ്ങളൊക്കെ അണിയറയിൽ നടക്കുന്നു എന്നും പറയപ്പെടുന്നു. എന്താണെങ്കിലും ഈ ഗസക്കാർക്ക് ഇനിയും പ്രയാസമാണ്. ഇതുവരെ ഇവർ ടാർഗറ്റ് ചെയ്തിരുന്നത് ഇറാനെയായിരുന്നു. ഇറാൻ കണ്ട മാത്രമേ അതിനെ അത്ര കണ്ടിട്ട് നമ്മൾ അടുക്കാൻ കഴിയില്ല. അതങ്ങനെ അടുത്തു കഴിഞ്ഞാൽ വലിയ അപകടത്തിലേക്ക് തൻ്റെ രാജ്യവും സമൂഹവും പോകുമെന്ന് ട്രംപും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഭരണാധികാരി നെതന്യാഹുവും മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ഇപ്പോൾ
നേരെ തിരിയുന്ന പഴയ ഹമാസിലേക്കും അതുപോലെ തന്നെ ഗസക്കാരിലേക്കും വാർത്ത തിരിച്ചു വെച്ചിരിക്കുകയാണ്. അതാണ് ഇപ്പം വ്യത്യസ്തങ്ങളായിട്ടുള്ള പാശ്ചാത്യ മാധ്യമങ്ങളിലൂടെ വന്നു കാണുന്നത്. ഈ ഗസക്കാരെ സൊമാലി ലാൻഡിൽ കൊണ്ടുപോയി താമസിപ്പിക്കുമെന്നും അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടാക്കി കൊടുക്കുമെന്നും അതിനെ അമേരിക്കയുടെ സഹായവും ഫണ്ടിങ്ങും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നെതന്യാഹുയുടെ ഭാഗത്ത് നിന്ന് വർത്തമാനങ്ങളൊക്കെ വരുന്നത്. മൊത്തത്തിൽ ഇവരെ അങ്ങോട്ട് മാറ്റി കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ പഴയ കാലത്തെ സ്വപ്നങ്ങളൊക്കെ പൂവണിയുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഹമാസിൻ്റെ പ്രതികരണം എന്താകുമെന്നാണ് ഇനി കാത്തിരിക്കേണ്ടത്. കാരണം ഹമാസ് ഇതുവരെ അവർക്ക് അവരുടേതായ ലോകത്ത് ജീവിക്കുകയും മരിക്കുകയാണെങ്കിൽ ആ ലോകത്ത് വെച്ച് തന്നെ, അഥവാ ആ ഭൂമിയിൽ വെച്ച് തന്നെ മരിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ അടിസ്ഥാനത്താണ് എത്രയോ ആളുകൾ കൊല ചെയ്യപ്പെട്ടു പോയിട്ടും വീര്യം ചോരാതെ ആ മണ്ണിൽ തന്നെ ഇരുന്നത്. ഇപ്പം ഈ വസ്തുതാപരമായിട്ട് അല്ലെങ്കിൽ ഈ വാർത്തകൾ കൂടുതൽ ഹൈപ്പ് ലഭിക്കാൻ കാരണം ഇറാൻ കെട്ടടങ്ങി തുടങ്ങിയിട്ടുണ്ട്. അവരുടെ എല്ലാ പദ്ധതികളും പൊളിഞ്ഞു പോയിട്ടുണ്ട്. സ്റ്റാർലിങ്ക് അടക്കം തച്ചുടച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ലെവലിൽ ഇനി നമുക്ക് ആ ഇറാനുമായിട്ട് കൂടുതൽ ഇപ്പോൾ വാർത്തയിലേക്ക് പോകേണ്ടതില്ല. നമുക്ക് പ്രതികൂലമായിട്ടുള്ള വികാരമാണ് ലോകത്തിന് മുമ്പിൽ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കിയപ്പോഴായിരിക്കാം ഇപ്പോൾ ഈ സിവിലിയൻസിനെ പിടിച്ച അവിടെ സൊമാലി ലാൻഡിൽ കൊണ്ടുപോയി താമസിപ്പിക്കുക എന്നുള്ള ഒരു പ്രഖ്യാപനം ഈ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. അതോടുകൂടെ ലോകത്തിൻ്റെ കണ്ണുകളൊക്കെ ഇസ്രായേലിൻ്റെയും അതേപോലെ തന്നെ ഈ പ്രാഗമായിട്ട് വരുന്ന ഇരകളായിട്ടുള്ള ഹമാസിൻ്റെയും അതുപോലെ തന്നെ അവിടുത്തെ സാധുക്കളായ ഗസയിലുള്ള ആ സാധു ജനങ്ങളിലേക്കും തിരിഞ്ഞിരിക്കുകയാണ്. ഇനി എന്താണ് അവിടെ ഉണ്ടാകുക? ഇനി ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുമോ? രണ്ടാം ഫേസ് അഥവാ രണ്ടാമത്തെ ഘട്ട ചർച്ചയിലേക്കൊന്നും ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ പ്രധാനമായി തടസ്സം നിൽക്കുന്നത് ഇവർ വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയതിനു ശേഷം 1300ഓളം തവണ അതിന് ലംഘിച്ചു എന്നുള്ളതാണ്. ജൂതൻ എന്ന് പറയുന്ന ആ വിഭാഗം അങ്ങനെയാണെന്ന് പറയുന്ന ചരിത്രത്തിലെമ്പാടും നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെ അന്വർത്ഥമാക്കുന്ന രംഗങ്ങൾ തന്നെയാണ് ഇപ്പോൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാം സീസ് ഫയറിൻ്റെ ഓപ്ഷൻ അത് ഓപ്ഷനിലാണ്. അത് വേണോ വേണ്ടയോ എന്നുള്ളിടത്തേക്ക് ചർച്ച വരുന്നേ ഉള്ളൂ. എന്താണെങ്കിലും ഇവരെയൊക്കെ മാറ്റിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തകൃതിയായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സൊമാലിയയിൽ നിന്ന് പിടിച്ചടക്കിയിട്ടുള്ള സൊമാലി ലാൻഡ് എന്ന് പുതിയ നാമകരണം ചെയ്തിട്ടുള്ള ആ രാജ്യത്തെ വലിയ പ്രഖ്യാപനം ആദ്യമായിട്ട് ഒരു രാജ്യം അംഗീകരിക്കുന്ന ഇസ്രായേലാണ്. ആ ഇസ്രായേലിൻ്റെ നിഗൂഢ ലക്ഷ്യങ്ങളൊക്കെ ഒരു പക്ഷേ ആ നാട്ടുകാരായിട്ടുള്ള നാട്ടുമുപ്പം അഥവാ ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സൊമാലി ലാൻഡിൻ്റെ ഭരണാധികാരികളോട് പറഞ്ഞിട്ടുണ്ടാകാം. അങ്ങനെയായിരിക്കാം ആ ഏറ്റെടുക്കലുകളും അല്ലെങ്കിൽ അംഗീകരിക്കലുകളൊക്കെ നടക്കുന്നത്. ഇനി ആ ഗസയിലുള്ള ആ എന്തൊക്കെ വാർത്തകളാണ് നമുക്ക് നോക്കാം. കാരണം ഇറാനിൽ അവർ തോറ്റിരിക്കുന്നു. ഇനി അതിൻ്റെ മ്ലാനത മറച്ചു വെക്കാൻ ഇപ്പുറത്തൊരു വാർത്ത ഹോട്ടായിട്ട് അഥവാ വലിയ രൂപത്തിൽ ചൂട് പിടിപ്പിച്ച് നിർത്തേണ്ടത് അവരുടെ തന്നെ ആവശ്യമാണ്. ഈ പാവങ്ങളെ കൊല്ല നടത്താൻ വീണ്ടും ഈ പൈശാചിൻ്റെ കരങ്ങൾ പ്രവർത്തിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. പ്രതിസന്ധിയാണ് ഗസക്കാർക്ക് ഇപ്പോഴും ഉള്ളത് എന്നുള്ളത് ഈ വാർത്തയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വിജയം സുരക്ഷിതമാണ്. കാത്തിരുന്നിട്ടാണെങ്കിലും ശരി. മറ്റൊരു വാർത്തയിൽ വീണ്ടും കാണാം. പറ്റുന്നവരൊക്കെ സഹകരിക്കുക. മറ്റു വീഡിയോയിൽ പുതുതായിട്ട് വരുന്ന വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി.